അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SYSന്റെ പ്ലാറ്റിനം ഇയർ സമ്മേളനത്തിനോടനുബന്ധിച്ച് എല്ലാ യൂണിറ്റുകളിലും ഗ്രാമസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നതാണ്. 3 വിഷയങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന് ഉത്തരവാദിത്തം, മറ്റൊന്ന് മനുഷ്യപ്പറ്റ്, മറ്റൊന്ന് രാഷ്ട്രീയം. ഇത് 3ഉം ഓരോ ഗ്രാമങ്ങളിലും വിശദീകരിച്ചുകൊണ്ട് ഗ്രാമസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ഗ്രാമസമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി സംസാരിച്ച ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് മാനവ സഞ്ചാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാട്ടുവളപ്പിൽ നൗഷാദ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാനിരിക്കുന്നത്. ഇന്നലെ എന്റെ പേരോന്റെ ശിഷ്യൻ റാഷിദ് ബുഖാരി പറയുന്നത് പുതിയ സഞ്ചാരം നടക്കുന്നുണ്ടല്ലോ, എന്താണ് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം. ആ യാത്രയിൽ പങ്കെടുത്താൽ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഇരുന്നതിന്റെ കൂലിയാണ്. ആ യാത്രയിൽ പങ്കെടുത്താൽ മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഇരുന്നതിന്റെ കൂലിയാണ് എന്ന് ഒരിക്കലും റാഷിദ് ബുഖാരി ഉസ്താദ് അവർ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കളവ്. ഇനി രണ്ടാമത്തെ കളവ് ഒന്ന് കേട്ടു നോക്കൂ. ആ ഹെഡിങ്ങിൽ തന്നെ അത് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ആ യാത്രയിൽ പങ്കെടുത്താൽ ഒരു മാസക്കാലം മദീന പള്ളിയിൽ ഇരുന്നതിന്റെ കൂലി കിട്ടും എന്ന ഹെഡിങ്ങിൽ തന്നെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എത്ര വലിയ നുണയാണ് ഈ കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, എന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ എന്നാണ് അതിനെ സംബന്ധിച്ച് ഹെഡിങ് ഇട്ടത്. എന്താണ് ആ വിഷയം എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഇനി മൂന്നാമത്തെ കളവ് കേട്ടു നോക്കൂ. ആകെ പറഞ്ഞ 1 മിനിറ്റിൽ നിന്നുള്ള മൂന്നാമത്തെ കളവ് ഒന്ന് കേട്ടു നോക്കൂ. അയാൾ ഇങ്ങനെ പറയാണ്, ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാനാണ്. പാവപ്പെട്ടവന്റെ ആവശ്യം, പാവപ്പെട്ട കർഷകന്റെ വയലിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. ഈ പ്രവർത്തനമുണ്ടല്ലോ, ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വലിയ പ്രതിഫലമുള്ളത്. റാഷിദ് ബുഖാരി പറയട്ടെ. പഠിപ്പിക്കുമ്പോ നിങ്ങൾ ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരാളെയും കൂട്ടി നടക്കുന്നു. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അയാളെയും കൂട്ടി നിങ്ങൾ നടക്കുന്നുവെങ്കിൽ ആ യാത്രയെ സംബന്ധിച്ച് ഒരിക്കലും ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി ഉസ്താദ് അവിടെ പരാമർശിക്കുന്ന പോലുമില്ല. ഇയാൾ ആകെ വിഭ്രാന്തിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദ് നയിച്ചിരുന്ന മാനവ സഞ്ചാരം, അതിലുള്ള ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട്, അതിലെ പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ടുകൊണ്ട്, ഓരോ സമൂഹവും അതിനെ ഏറ്റെടുത്തത് കണ്ടുകൊണ്ട് കാട്ടുവളപ്പിൽ നൗഷാദ് ആകെ വിഭ്രാന്തിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അവിടെ ഗ്രാമസമ്മേളനത്തിൽ പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ചാണ് ഇയാള് പച്ച നുണകൾ പറഞ്ഞുണ്ടാക്കുന്നത്. ആ യാത്രയെ സംബന്ധിച്ചാണ് പോലും ഈ പറഞ്ഞത്. ആ യാത്രയെ പറ്റി അവിടെ പരാമർശിക്കുന്ന പോലുമില്ല. പിന്നെ എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യപ്പറ്റിനെ പറ്റിയാണ് ആ റാഷിദ് ബുഖാരി ഉസ്താദ് അവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹി വ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. ഒരാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുക, ഓ നബിയെ, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? അതുപോലെ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് അമലാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവര്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരാണോ അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ. എന്നിട്ട് പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അതൊരു മുസ്ലിമിന്റെ മേൽ പ്രവേശിപ്പിക്കുന്ന സന്തോഷമാണ്. ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിച്ചിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വല അൻ അംസിയ മഅ അഖിൻ, ഒരു സഹോദരന്റെ കൂടെ ഞാൻ നടക്കലാകുന്നത്, ഫീ ഹാജത്തിൻ, ആ സഹോദരന്റെ ആവശ്യത്തിലായിട്ട്, അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിനായിട്ട് ആ സഹോദരന്റെ കൂടെ ഞാൻ നടക്കലാകുന്നത്, അഹബ്ബു ഇലയ്യ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് ശഹ്റാ, ഈ മസ്ജിദിൽ ഒരു മാസക്കാലം ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിലാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നു. ആ വിഷയമാണ് ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി ഉസ്താദ് അവിടെ വിശദീകരിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരോട് അവൻ സഹവർത്തിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇത്തരം വിഷയങ്ങളൊക്കെ പ്രമേയം വിശദീകരിച്ചുകൊണ്ട് റാഷിദ് ബുഖാരി ഉസ്താദ് പ്രസംഗിക്കുകയാണ്. അതിനെയാണ് ഈ യാത്രയിൽ പങ്കെടുത്താൽ ഒരു മാസക്കാലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നത്. എന്താണ് റാഷിദ് ബുഖാരി ഉസ്താദ് പറഞ്ഞത്? നമുക്കതൊന്ന് കേൾക്കാം. താല്പര്യം പടച്ചറപ്പിന്റെ സബദത്തിൽ പ്രതിഫലം കിട്ടലാണ്. നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. നമുക്ക് അടുത്ത വാർഡിൽ മത്സരിക്കാനില്ലല്ലോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനില്ലല്ലോ, MLA ആകാനില്ലല്ലോ, MP ആകാനില്ലല്ലോ, മിനിസ്റ്റർ പോസ്റ്റ് ആവശ്യമില്ലല്ലോ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതുന്നതിന്റെ താല്പര്യം എന്താണ്? അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് ആളുകൾ അറിയണം എന്നയാൾ ചെയ്തതാണെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മൾ സുതാര്യമായ അർത്ഥത്തിലാണ്, മനുഷ്യനോട് ചേർന്നുകൊണ്ടാണ്. ആ ചേർന്നതിന്റെ വികാരം എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയ പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരനാഥബാലന്റെ തലയിൽ നിങ്ങൾ സ്നേഹത്തോടെ കൈവയ്ക്കുന്നു, ആ കൈവച്ചുകൊണ്ട് നിങ്ങൾ അവന്റെ തലമുടിയിലൂടെ ഒന്ന് തലോടുന്നു. അങ്ങനെ തലോടുന്ന സമയത്ത് നിങ്ങളുടെ കൈവിരലുകൾ ചലിച്ച രോമങ്ങളുടെ എണ്ണം എത്രയാണോ ആ രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സുഹൃതം പാരത്രിക ലോകത്തുണ്ടാകുമെന്ന് അള്ളാഹു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, നിങ്ങൾ ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരാളെയും കൂട്ടി നടക്കുന്നു. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അയാളെയും കൂട്ടി നിങ്ങൾ നടക്കുന്നുവെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്റെ ഈ പള്ളി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്ബീഹ് ചൊല്ലിയാൽ 10,000-ഓ 1,00,000-ഓ പ്രതിഫലം ലഭിക്കുന്ന പള്ളി, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000-ഓ 10,000-ഓ പ്രതിഫലം ലഭിക്കുന്ന പള്ളി, ആ പള്ളിയാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലയളവ് ഇരിക്കുന്നതിനേക്കാൾ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം നിങ്ങളെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രചോദനം. ഇവിടെ നിന്നാണ് നമ്മൾ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം വായിച്ചെടുത്തത്. ഇതിൽ എവിടെയാണ് സഹോദരന്മാരെ യാത്രയെ പറ്റി സംസാരിക്കുന്നത്? അങ്ങനെ ഒരു വാക്കുപോലും അവിടെ പറഞ്ഞിട്ടില്ല. പച്ചക്കളവുകൾ ഒരു ഉളുപ്പുമില്ലാതെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഇവരാണ് പോലും ത്വരീഖത്തിന്റെ ആളുകൾ, ഇവർക്ക് മാത്രമേ ഇവിടെ തസവുഫ് പറയാൻ അധികാരമുള്ളൂ എന്നാ പറഞ്ഞത്. ഓരോ ദിവസങ്ങളിലും പരസ്യമായി നൂറുകണക്കിന് കളവുകൾ ഒരു ലജ്ജയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ മരിക്കണം എന്ന ചിന്ത പോലുമില്ലാതെ പച്ചക്ക് കളവ് പറയുന്ന ഇവർ എന്ത് ത്വരീഖത്തിന്റെ ആളുകളാണ്? ഇവരുടെ കൈ ഒരു ഷെയ്ഖ് പിടിച്ചിട്ടുണ്ട് പോലും. ആ ഷെയ്ഖിന് എന്താണ് ജോലി? അയാൾക്ക് ഇവരെ തെർബിയത്ത് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലേ? ഈ ഗീബത്തും നമീമത്തും കളവുകളും കിതാബുകളിലെ തട്ടിപ്പുകളും ഇമാമിയങ്ങളുടെ പേരിൽ പച്ചക്കളവുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വരെ പച്ചക്കളവുകൾ പറഞ്ഞു നടക്കുന്ന ഈ കുരുവട്ടൂരികൾ പിടിച്ച ആ ഷെയ്ഖിന് എന്ത് ജോലിയാണുള്ളത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ഷെയ്ഖിന്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്, നിർദ്ദേശമുള്ളത് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ രീതിയിൽ കളവ് പറയാൻ ഏത് മശായിഖന്മാരിൽ നിന്നാണ് ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത്? അല്ലാഹു തആല ഇത്തരം ആളുകളുടെ ശർറിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.